വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ എല്ലാ മുന്നണികൾക്കും പാർട്ടികൾക്കും ഒരുപോലെ നിർണായകമാണ്. അതിനിർണായകമായ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ വാഴുമെന്നും ആരൊക്കെ വീഴുമെന്നുമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു പ്രധാന ശക്തിയാകുമെന്ന വിലയിരുത്തലാണ് എല്ലാവർക്കുമുള്ളത്. നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതു മുതൽ കേരളത്തിലും BJPയുടെ വോട്ടുകൾ വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർധന തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപി വിജയിക്കാനും കാരണമായത്. കേരളത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ മൊത്തം ജനസംഖ്യയുടെ 45% വരും. ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തെക്കാൾ 9.7% മാത്രം താഴെയാണിത്. 2011 സെൻസസ് പ്രകാരം ഇത് 54.72% നാം മനസ്സിലാക്കണം. നിരവധി ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ BJPയുടെ പ്രത്യേകിച്ച് വലതുപക്ഷ ഗ്രൂപ്പിന്റെ ലവ് ജിഹാദിനെതിരായ പോരാട്ടത്തെ അഭിനന്ദിക്കുകയും സൂക്ഷ്മമായി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മണിപ്പൂർ ആക്രമണത്തെക്കുറിച്ചുള്ള മോദിയുടെ മൗനം കേരളത്തിലെ ക്രിസ്ത്യൻ ജനതയിൽ പ്രതിഷേധത്തിന് കാരണമായെങ്കിലും ഈ വെല്ലുവിളിയെ അതിജീവിക്കാനും ലവ് ജിഹാദ് തന്നെയാണ് BJP ഇപ്പോഴും ആയുധമാക്കുന്നത്. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനിയായ സോന എൽദോസ് ആത്മഹത്യ ചെയ്ത കേസിൽ ലവ് ജിഹാദ് സംഘപരിവാറും BJPയും ആയുധമാക്കിയതും അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലെ തിരിച്ചടി ഒഴിവാക്കാൻ കൂടിയാണ് കോതമംഗലം സംഭവം BJP പിടിവള്ളിയാക്കുന്നത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ജാമ്യത്തിലിറക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും നിരന്തരം ഇടപെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രത്യേക സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചതും സംസ്ഥാനത്ത് അത് ദോഷമായി ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ്. ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തിയില്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച വോട്ടുകൾ പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കില്ലെന്നത് RSS നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിട്ട് പോലും കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ RSS നേതൃത്വം മൗനം തുടരുന്നത്. കേരളത്തിൽ തീവ്ര ഹിന്ദുത്വവാദം ഉപേക്ഷിച്ച് നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ ശ്രമിക്കണമെന്ന രാജീവ് ചന്ദ്രശേഖരുടെ നിലപാടിന് കേന്ദ്ര നേതൃത്വത്തിന്റെയും പിന്തുണയുണ്ട്. 2026 കേരള ഭരണം പിടിക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 2031 യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യമിടുന്നത്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെ ജനവിധി തേടുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി 10 സീറ്റുകളിലെ വിജയമാണ് BJP പ്രതീക്ഷിക്കുന്നത്. 2026 തൂക്കുമന്ത്രിസഭ വരുമെന്നും അതോടൊപ്പം കാര്യങ്ങൾ BJPയുടെ നിയന്ത്രണത്തിൽ വരുമെന്നുമാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. തൃശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് BJP അട്ടിമറി വിജയം നേടിയത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലാണ്. ഇവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്താണ് ഒതുക്കപ്പെട്ടത്. തൃശൂരിൽ ഇപ്പോൾ ഇരട്ട വോട്ടിന്റെ ആരോപണം BJPക്ക് എതിരെ ഉയരുന്നുണ്ടെങ്കിലും കള്ളവോട്ടുകൾ കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് എന്തായാലും വിലയിരുത്താൻ കഴിയുകയില്ല. കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ടാകാമെങ്കിലും അതൊരിക്കലും 75,000 വോട്ടാകില്ല. അതുകൊണ്ട് തന്നെ തൃശൂരിലെ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഈ കാറ്റ് വീശുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ OBC ഈഴവ സമുദായത്തിലും വിള്ളൽ വീഴ്ത്തുവാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിലും ആറ്റിങ്ങിലും തിരുവനന്തപുരത്തും നാം അത് കണ്ടതാണ്. കേന്ദ്രത്തിൽ BJPയെ ചെറുക്കാൻ പ്രധാന എതിരാളി കോൺഗ്രസ് ആണെന്ന് കരുതുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ കേരളത്തിൽ ആ സ്ഥാനത്ത് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPM-നെയാണ് കാണുന്നത്. സംഘപരിവാറിനെ കേരളത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായി തന്നെ അവരുടെ പ്രധാന ശത്രുവായ കമ്മ്യൂണിസ്റ്റുകൾ ശക്തമായത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ് ഇവിടെ അധികവും. ഈഴവ വോട്ട് ബാങ്കുകൾ ഉറപ്പിച്ചു നിർത്താനും മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തിരിച്ചുപിടിക്കാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആരെയാണ് വിഴുങ്ങുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.